രാത്രി ഇപ്പോൾ ചോറിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്കാക്കും കുട്ടികൾക്കും കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ അത് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊരു ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മാവ് കുഴച്ച് വെച്ചിരുന്നത് ഓരോന്നായിട്ട് ഞാനിങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയും വാട്ടുന്നത് വേറെ ഒന്നിനല്ല കേട്ടോ. ഞാൻ ഉച്ചക്കത്തെ ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ കറി പോലെ റോസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് മസാലപ്പൊടി മാത്രം ഉള്ളിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ബീഫിൽ ഓൾറെഡി മസാല ഉണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് മസാല മാത്രം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയൊക്കെ ഇവിടെ പരത്തൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മസാലയൊക്കെ വെന്തതിന് ശേഷം ഞാനിത് ബീഫിൻ്റെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ അവിടെ സെറ്റായതിനു ശേഷം ഞാനതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുത്തു. ചപ്പാത്തി ഞാൻ കുറച്ച് ഉപ്പാക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പാക്ക് ചുട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ രാത്രി ഗോതമ്പിൻ്റെ എന്തെങ്കിലുമാണ് കഴിക്കാറ്. അപ്പോൾ ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമാണ് കഴിക്കാറ്. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പാക്കും കൊടുക്കാറുണ്ട്. അങ്ങനെ ഇപ്പാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കും കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ രാത്രിക്കത്തെ വിശേഷമായിട്ടാണ് ഞാൻ അപ്പോൾ വന്നിട്ടുള്ളത്. അത് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിന് മുന്നിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ.